നെക്സ്റ്റ് മൊഡ്യൂൾ 3-ക്കകത്തുള്ള വർക്ക്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് വാളസ് സ്റ്റീവൻസിന്റെ സാഡ് സ്ട്രെയിൻസ് ഓഫ് എ ഗേ വാൾസ് എന്നുള്ള പോവമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതും നീച്ചയുടെ ഐഡിയ ഓഫ് നിഹിലിസവും ഡെത്ത് ഓഫ് ഗോഡുമായിട്ട് എന്താണ് കണക്ഷൻ. അപ്പോൾ ഫെഡറിക് നീച്ച എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫറാണ്. അദ്ദേഹമാണ് ഡിക്ലെയർ ചെയ്തത് ഗോഡ് ഇസ് ഡെഡ് എന്നുള്ളത്. നോട്ട് ലിറ്ററലി, പക്ഷെ ബിലീഫ് ദാറ്റ് എന്താണ് ഗോഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ റിലിജൺ ഒക്കെ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് മോഡേൺ സൊസൈറ്റിയിൽ. ഇതിനെയാണ് നമ്മൾ നിഹിലിസം എന്ന് പറയുന്നത്. വിച്ച് മീൻസ് പീപ്പിൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ട്രൂത്തിലോ വാല്യൂസിനെ ഒന്നും ആളുകൾ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. ലൈഫ് എന്ന് പറയുന്നത് എംപ്റ്റി ആൻഡ് മീനിങ്നെസ് ആണെന്നും ഈ ഒരു ബിലീഫ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ലോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം നീച്ച ശരിക്കും പറഞ്ഞാൽ ഒരു വാർണിംഗ് പോലെ കൊടുത്തേക്കുവാണ്, നമ്മൾ തന്നെ നമുക്ക് വാല്യൂസും ലൈഫിന് മീനിങ്ങും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക ഈ ഒരു മോഡേൺ വേൾഡിൽ. ആൻഡ് വാലസ് സ്റ്റീവൻസ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ അമേരിക്കൻ ലൈഫാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആളുകൾക്ക് ഓൾഡ് ബിലീവ്സിലും ട്രഡീഷൻസിലും എല്ലാം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സോ ഒരു കൺഫ്യൂഷൻ ആൻഡ് സാഡ്നെസ് ആണ് ഉള്ളത്. ഈവൻ ദോ എവറിബഡി ആൻഡ് എവറിത്തിങ് ലുക്സ് ചിയർഫുൾ, സർഫസ് ലെവലിലെല്ലാം ഭയങ്കര ഫേസിലെല്ലാം, അതായത് ഓൺ ദ ഫേസ് ലെവലിൽ നമ്മളെല്ലാം ഭയങ്കര സിമ്പിളാണെന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിച്ചാലും പക്ഷേ ഡീപ്പ് ഇൻസൈഡ് എന്താണ്, എല്ലാം ഭയങ്കര കൺഫ്യൂഷനിലും സാഡ്നെസ്സിലുമാണ് എല്ലാവരും എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ആളുകൾ എന്താണ് ചെയ്യുന്നത്, പുതിയ വേ ഓഫ് തിങ്കിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്നാലും ഒരു കൈൻഡ് ഓഫ് ലോസ് അല്ലെങ്കിൽ ഒരു നഷ്ടബോധം ആളുകളുടെ ജീവിതത്തിലുണ്ട് ഈ പുതിയ വേൾഡിൽ. ഹൗ ഇറ്റ് കണക്ട്സ് ടു നീച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേൾഡിന്റെ സോറോയാണ്. അതായത് വിത്തൗട്ട് ഓൾഡ് ബിലീവ്സ്, ഈ പഴയ വാല്യൂസും ബിലീവ്സും ട്രഡീഷൻസും ഒന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഈ മോഡേൺ വേൾഡിൽ ഒരു കൈൻഡ് ഓഫ് സാഡ്നെസ് ലിങ്കർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം നീച്ചയുടെ ഈ ഒരു ഡെത്ത് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഗോഡ് ഇസ് ഡെഡ് എന്നുള്ളത് ഇതുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. ഗോഡ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വാല്യൂസ് ട്രഡീഷൻസ് ഒക്കെയാണ്. അതില്ലാത്ത ലോകം എന്ന് പറയുന്നത് എന്താണ്, ദൈവം ഇല്ലാത്ത പോലെയാണെന്ന് വെച്ചാൽ ആ ഓൾഡ് ട്രഡീഷൻസും വാല്യൂസും ഇല്ലെങ്കിൽ ലൈഫ് മീനിങ്ലെസ് ആണ് ഈ ഒരു മോഡേൺ വേൾഡിൽ എന്നാണ് പറയുന്നത്. ഗേ വോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി എന്നുള്ളൊരു മീനിങ് ആണ്. ഈവൻ ദോ തിങ്സ് ഫീൽ എംപ്റ്റി ഓർ ഫേക്ക്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് മീനിങ് ഒക്കെ കണ്ടുപിടിക്കുന്ന രീതിയിലൊക്കെ ഭയങ്കര അറ്റംപ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. നീച്ചയുടെ ഐഡിയ ഓഫ് നിഹിലിസം ഈ ഒരു പോയത്തിനകത്ത് കാണിക്കുന്നത് വെച്ചാൽ മോഡേൺ വേൾഡിൽ ആളുകളെല്ലാം മീനിങ്, അവരവരുടെ ലൈഫിൽ മീനിങ് കണ്ടുപിടിക്കാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ദാറ്റ് എന്താണ്, ആരും ട്രഡീഷണൽ വാല്യൂസിൽ ബിലീവ് ചെയ്യുന്നില്ല. എല്ലാ ഓൾഡ് ബിലീവ്സും പോയി ആളുകൾ ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്, അൺസർട്ടൺ ആയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഈവൻ ഇഫ് ദേ ലുക്ക് അല്ലെങ്കിൽ ഈവൻ ഇഫ് ലൈഫ് ലുക്സ് ചിയർഫുൾ, ഡീപ് ഡൗൺ ദർ ഇസ് സാഡ്നെസ്. ഇനി W.H. ഓഡന്റെ ഹൂ ഇസ് ഹൂ എന്നുള്ള വർക്കിനകത്ത് ഹൈഡ്ഗറിന്റെ ഐഡിയ ഓഫ് ദസീനും പിന്നെന്താണ് ഗവർഫൻ ഹീറ്റും അതുപോലെ തന്നെ ബീയിങ്ങും ത്രോൺ ഇൻ ദ വേൾഡ് എന്നുള്ള ഐഡിയാസ് എങ്ങനെ വരുന്നു. ഹൈഡ്ഗറിന്റെ മീനിങ് എന്താണ്, ദസീൻ ആൻഡ് ഗവർഫൻ ഹീറ്റ്. സോ ദാസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീയിങ് ഹിയർ എന്നുള്ളതാണ്. അതായത് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ദേ ആർ അവെയർ ഓഫ് ദെയർ ബീയിങ്. ആൻഡ് അവർക്ക് വേൾഡിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ, ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ അവരുടെ ചോയ്സസ് ക്രിയേറ്റ് ചെയ്യണമെന്നും, പക്ഷേ അവർ ഈ ലോകത്ത് ജനിച്ച് അല്ലെങ്കിൽ അവർ ഈ ലോകത്ത് ഇപ്പോൾ താമസിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലല്ല അവരുടെ ലൈഫ് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ആ ഒരു ഐഡിയയാണ് ദസീൻ എന്ന് പറയുന്നത്. അതായത് അവർ ജനിച്ചു വിടൽ ലോകമാണ്, അത് അവർ ചൂസ് ചെയ്തിട്ടല്ല അവർ ജനിച്ചത് ഇവിടെ, അല്ലേ? സോ എന്നാലും ജനിച്ചത് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ബീയിങ്ങിൽ അവെയർ ആയിരിക്കണമെന്നും നമ്മൾ അതുകൊണ്ട് ഈ വേൾഡിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ചോയ്സസ് ഒക്കെ മേക്ക് ചെയ്യണമെന്നുള്ളതും ഒരു ബോധം ഉണ്ടായിരിക്കണം. ആ ഒരു ഐഡിയയാണ് ദസീൻ എന്ന് പറയുന്നത്. ഇനി ഗവർഫൻ ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗവർഫൻ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രോൺനെസ് എന്നാണ്. അതായത് നമ്മളൊരു വേൾഡിലോട്ട് ത്രോൺ ആയിക്കോ, നമ്മളിങ്ങനെ ആരോ എറിഞ്ഞിട്ടതുപോലാണ് ഈ വേൾഡിലോട്ട് നമ്മൾ വന്നത് വിത്തൗട്ട് ആസ്കിങ് ഫോർ അവർ പെർമിഷൻ, അല്ലേ? ടൈമും പ്ലേസും ഫാമിലിയും കൾച്ചറും ബോഡിയും ഒന്നും നമ്മൾ ചൂസ് ചെയ്തതല്ല. നമ്മൾ ബോൺ ആയതുകൊണ്ട് നാച്ചുറലി നമ്മൾക്ക് എന്താണ്, നമ്മൾ അതിനായിട്ട് അഡ്ജസ്റ്റഡ് ആയി കണ്ടീഷൻഡ് ആയി വന്ന കാര്യമാണ്. നമ്മളായിട്ട് ചൂസ് ചെയ്തതൊന്നും അല്ല ഇതൊന്നും, അല്ലേ? സോ നമ്മൾ ത്രോൺഡ് ആയതാണ് ഈ ഒരു ബോഡി, നമ്മൾ ഈ ഒരു പ്ലേസിലോട്ട് ആരോ വലിച്ചെറിഞ്ഞ പോലെയാണ്. സോ നമ്മൾ നമ്മുടെ ലൈഫിനെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മേക്ക് സെൻസ്, നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോ മീനിങ്സ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് നമ്മൾ ഓരോ മൊമെൻറ്റിലും നമ്മൾ ഓരോ സിറ്റുവേഷൻസിലോട്ട് ഇങ്ങനെ ത്രോൺ ആയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ കൺട്രോളിലല്ല ആ സിറ്റുവേഷൻസ് ഒന്നും, അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഇല്ല, നമ്മളിങ്ങനെ ഓരോ സിറ്റുവേഷൻസിലോട്ട് വലിച്ചെറിയപ്പെടുകയാണ്. അതാണ് ഈ ദസീൻ എന്ന് പറയുന്നതും ഗവർഫൻ ഹൈറ്റ് എന്ന് പറയുന്നതും. ആൻഡ് ഈ ഓഡന്റെ പോമായിട്ടുള്ള ഹൂ ഈസ് ഹൂവിനകത്ത് ഒരു ഫേമസ് മാനിന്റെ സ്റ്റോറിയാണ് ഈ പോം പറയുന്നത്. ഒരു പബ്ലിക് ഫിഗർ, അയാൾ ഒരു സ്ത്രീയെ സീക്രട്ടറി ലവ് ചെയ്യുന്നു, പക്ഷേ ഷീ ഡസൻ റിട്ടേൺ ഹിസ് ലവ്. എവ്രി വൺ നോസ് ഹിസ് നെയിം ബട്ട് നോ വൺ നോസ് ഹിസ് ഇന്നർ ലൈഫ്, ഹിസ് ഫീലിംഗ്സ് അല്ലെങ്കിൽ സാഡ്നെസ്.
അപ്പോൾ ഈ പോം കാണിക്കുന്നതെന്ന് വെച്ചാൽ പബ്ലിക് ഇമേജും പ്രൈവറ്റ് ട്രൂത്തും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഹൈഡ്ഗറിൻ്റെ ഐഡിയാസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മാൻ ഇൻ ദ പോം എന്ന് പറയുന്നത് ദസീൻ്റെ ഒരു ഗുഡ് എക്സാമ്പിളാണ്. അതായത് അയാളൊരു മീനിങ് ഫുൾ ലൈഫ് ലിവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷേ അയാൾ സ്ട്രഗിൾ ചെയ്യുവാണ് ഇൻസൈഡിൽ. അയാളുടെ ലവ് റിജക്ഷൻ ഇന്നർ സാഡ്നെസ് എന്ന് പറയുന്നത് ഗോർഫൻ ഹൈറ്റിനെയാണ് കാണിക്കുന്നത്. അതായത് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലവിന്, അതായത് നമ്മൾ ഇപ്പം പ്രേമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ട്രൂ ലവ് കാണുവാണ്, ഒരാളെ കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വാല്യുബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ഒക്കെ ഉള്ള ഒരാളെ കണ്ടുമുട്ടുവാണ്, നമുക്ക് നാച്ചുറലി തോന്നുവാണ് ഇഷ്ടം. നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യുമല്ലോ. സോ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മളെ റിജക്റ്റ് ചെയ്യുവാണോ ആളുകൾ? അല്ല. എന്നാലും നമ്മൾ ഹി ഡിഡ്ന്റ് ചൂസ് ടു ഫോൾ ഇൻ ലവ് അല്ലെങ്കിൽ ടു ബി റിജക്റ്റഡ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യണം, നമ്മൾ അതുകൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയേ പറ്റൂ. ആൻഡ് ഇയാൾ ഈ വേൾഡിൽ ഫേമസ് ആയിട്ടും പവർഫുൾ ആയിട്ടുമാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ട്രൂ ബീയിങ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്നർ സെൽഫ് ആർക്കും അറിയത്തില്ല, ഹിഡൻ ആണ്, ഫുൾ ഓഫ് പെയിൻ ആൻഡ് ലോൺലിനെസ് ആണ്. ഇത് തന്നെയാണ് അദ്ദേഹം ദാസീൻ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഓഡൻ്റെ പോം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് ഔട്ട്ലുക്കിൽ തോന്നുമെങ്കിലും ലോൺലി ആൻഡ് റിജക്റ്റഡ് ആണ് അദ്ദേഹം ഇൻസൈഡിൽ. അപ്പോൾ അതാണ് ഹൈഡ്ഗറിൻ്റെ ഈ ഒരു 2 ഐഡിയാസ് ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്കൊരിക്കലും വേൾഡ് കൺട്രോൾ ചെയ്ത് നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തായാലും അൺനാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺഫോർസീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും സർക്കംസ്റ്റൻസസിലും നമ്മൾ എന്തായാലും വലിച്ചെറിയപ്പെടും. ഓക്കെ, നമ്മൾ സഫർ ചെയ്താലും നമ്മൾ ലോസ്റ്റ് ആയാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വേൾഡിൽ ജീവിക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഇനി ടെഡ് ഹ്യൂഗ്സിൻ്റെ ഹോക്ക് റൂസ്റ്റിങ്ങും അതുപോലെ തന്നെ ഇഡ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ആണ്. ഹ്യൂമൻ മൈൻഡിന് 3 പാർട്ട് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഡ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പാർട്ട്. ഇഡ് എന്ന് പറയുന്നത് ദ വൈൽഡ് പാർട്ടാണ്. ഡിസയർ, നമ്മുടെ അഗ്രഷൻ, നമ്മുടെ പ്ലഷർ, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാം ഈ ഒരു പാർട്ടിലാണ് ഉള്ളത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മോറൽ പാർട്ടാണ്. റൂൾസ്, ഗിൽറ്റ്, എന്താണ് റൈറ്റ് ആൻഡ് റോങ്, നമ്മുടെ കോൺഷ്യൻസ് ഉണ്ടല്ലോ, മനസ്സാക്ഷി, അതാണ് സൂപ്പർ ഈഗോ. ഈഗോ എന്ന് പറയുന്നത് തിങ്കിങ് പാർട്ടാണ്. ഇതിനെ സൂപ്പർ ഈഗോയും ബാലൻസ് ചെയ്യുന്ന കാര്യമാണ്. ഈ റിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് ഈഗോ ആണ്. ഇനി എന്താണ് ഹോക്ക് റൂസ്റ്റിങ്ങിനകത്ത് ടെഡ് ഹ്യൂഗ്സിൻ്റെ പോയത്തിനകത്ത് ഹാപ്പൻ ചെയ്യുന്നത്? ഈ ഹോക്ക് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടും പവർഫുൾ ആയിട്ടും സംസാരിക്കുവാണ്. ആൻഡ് ഐ കിൽ വേർ ഐ പ്ലീസ്, അതായത് എനിക്കൊരു ഇച്ചിരി നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി പോലെയാണ് ഹോക്കിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു എന്താ പറയുന്നത്, സെൽഫ് സെൻറ്റേർഡ്നെസ് ഉണ്ട്, ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, ഞാൻ ഒരു അഹങ്കാരിയെ പോലെയാണ് ഇതിനകത്ത് ഹോക്ക് സംസാരിക്കുന്നത്. ആൻഡ് എനിക്ക് എൻ്റെ ആക്ഷൻസ് ഒന്നും ആരെയും ന്യായീകരിക്കേണ്ടേയും ബോധിപ്പിക്കേണ്ടേയും ജസ്റ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഐ കിൽ വേർ ഐ പ്ലീസ് എന്നാണ് ഹോക്ക് ഇതിനകത്ത് പറയുന്നത്. അതായത് ഇറ്റ് ബിലീവ്സ് ദാറ്റ് ഈ ഹോക്ക് എന്ന് പറയുന്നതാണ് ഈ വേൾഡിൻ്റെ സെൻറ്റർ എന്നും ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഗോഡ് എന്നാണ് ഹോക്ക് ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് എങ്ങനെ ഫ്രോയിഡുമായിട്ട് ഈ ഒരു പോം കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോക്കിൻ്റെ വോയിസ് ഇസ് ഫുൾ ഓഫ് ഈഗോ ആണ്. അതായത് കൺട്രോൾ ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു അതിൻ്റെ പവർ. വൈൽഡായിട്ടല്ല, പക്ഷെ നല്ല കോൾഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് അതിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും. ഈ ഹോക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ ആ അഗ്രഷനെയാണ്. അതായത് ഇഡിൻ്റെ അഗ്രഷനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ഡോമിനേറ്റ് ചെയ്യണം, കൊല്ലണം, അതൊക്കെ. അത് പക്ഷെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടും കൺട്രോൾഡ് ആയിട്ടുമാണ് അത് ചെയ്യുന്നത്. ഒരു സൂപ്പർ ഈഗോയും ഇതിനില്ല. അതായത് മനസാക്ഷി എന്ന് പറഞ്ഞ കാര്യം ഇതിനുണ്ടോ? ഇല്ല. അപ്പോൾ ഗിൽറ്റ് ഇല്ല, മോറൽ റിഫ്ലക്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് അതിന് റൈറ്റും റോങ്ങും തമ്മിൽ വറി ചെയ്യേണ്ട ഒരു കാര്യവും ഇതിനില്ല. സോ സൂപ്പർ ഈഗോ ഇതിനകത്ത് ഇല്ല, ഈ ഒരു ബേർഡിന് ഇല്ല. സോ ഇവിടെ ഈഗോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സെർവ് ചെയ്യുന്നതും ഇൻ്റലിജൻസും കൺട്രോളും യൂസ് ചെയ്ത് ഇതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഫുൾഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. മനസ്സാക്ഷിയുടെ ഒരു ഇൻഫ്ലുവൻസും ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഹോക്ക് റൂസ്റ്റിങ്ങിനകത്ത് ഹോക്ക് എന്ന് പറയുന്ന ഒരു ക്രീച്ചറാണ്. അത് ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് ഇഡും ഈഗോയും വെച്ചിട്ട് മാത്രമാണ് അത് പവർഫുൾ ആൻഡ് കൺട്രോൾ ആയിട്ട് മാറിയിരിക്കുന്നത്. ആൻഡ് ഒരു സെൻസ് ഓഫ് റൈറ്റ് ഓർ റോങ് കൊണ്ട് ഇത് ഇഗ്നോർ ചെയ്യുവാണ് എല്ലാ കാര്യങ്ങളും. മനസ്സാക്ഷി അല്ലെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ കാര്യം ഇതിനില്ല. ഓക്കെ, അപ്പോൾ ഈഗോ എങ്ങനെയാണ് ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് പവറിനെയും വയലൻസിനെയും ഹെൽപ്പ് ചെയ്യുന്നതെന്നുമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇനി മായ ഏഞ്ചലിലൂടെ വെൻ ഐ തിങ്ക് ഓഫ് മൈസെൽഫ് എന്നുള്ള വർക്കിനകത്ത് സൈമൺ ഡി ബിവേറിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ബിക്കമിങ് എങ്ങനെ വരുന്നു? സൈമൺ ഡി ബിവേർ ഒരു ഫെമിനിസ്റ്റ് ഫിലോസഫറാണ്. അവരാണ് ഡിക്ലെയർ ചെയ്ത് വൺ ഇസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ എന്ന്. ഇത് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺഹുഡ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ബയോളജി ഫിക്സ് ചെയ്തൊരു കാര്യമല്ല. അത് സൊസൈറ്റിയും എക്സ്പീരിയൻസും ചോയ്സസും കൂടി ഷേപ്പ് ചെയ്തെടുത്ത കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീ ആയിട്ടാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്? അല്ല. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കറിയത്തില്ല നമ്മളൊരു പെൺകുട്ടിയാണെന്നും നമ്മൾ വളയിടണമെന്നും പൊട്ടിടണമെന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ സൊസൈറ്റിയാണ് നമ്മളെ അങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നത്. അതാണ് ഇതിൻ്റെ മീനിങ്. വൺ ഇസ് നോട്ട് ബോൺ ബട്ട് റാദർ വൺ ബിക്കംസ് എ വുമൺ. സോ
പിന്നെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബിക്കമിങ് ആണ്. നമ്മൾ ഓരോ ഐഡൻറ്റിറ്റിയിലോട്ട് നമ്മൾ ഓരോ രീതിയിൽ ജീവിക്കുന്ന നമ്മുടെ സൊസൈറ്റിയും നമ്മൾക്ക് വരുന്ന സിറ്റുവേഷൻസും സർക്കംസ്റ്റൻസസും ഒക്കെ നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുന്നതിലൂടെയാണ്, അല്ലേ? ആൻഡ് ഷി ആർഗ്യൂസ് ദാറ്റ് വിമൺ എന്ന് പറയുന്നതിന് നമ്മളെപ്പോഴും സൊസൈറ്റി എപ്പോഴും അതർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, മാറ്റി നിർത്തിയേക്കാണ്, മാർജിനലൈസ്ഡ് ആയിട്ട് മാറ്റി വെച്ചേക്കുവാണ്, അല്ലാതെ ഫുൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം മായ ഏഞ്ചലിലൂടെ ഈ ഒരു പോയത്തിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗ ഓൾഡർ ബ്ലാക്ക് വിമൻ അവരുടെ പെയിൻ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചിരിക്കുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് അവരുടെ ലൈഫ് വളരെ ഹാർഡാണ്, അവർ ജീവിച്ച ലൈഫ്, അവരുടെ പാസ്റ്റ് ലൈഫ്, അവരിപ്പോൾ പ്രസൻറ്റ് ലൈഫ് എല്ലാം വളരെ ഹാർഡാണെങ്കിലും അവരവരുടെ ആ ഒരു ലൈഫ് ആ പെയിൻ ഹൈഡ് ചെയ്യാൻ വേണ്ടി ദേ ടെൻ ടു ലാഫ്. സോ ഈ സ്പീക്കർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഹൗ അതേഴ്സ് സീ ഹർ ആൻഡ് ഹൗ ഷീ സീസ് ഹെർ സെൽഫ്. ആ രണ്ട് ഐഡിയാസിലും ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്ത് ചെയ്യാണ്, ട്രാപ്ഡ് ആയിട്ടിരിക്കുവാണ്. എങ്ങനെയാണ് ഈ സ്പീക്കറിനെ കാണുന്ന ആളുകൾ? വീക്കായിട്ടും ഫൂളിഷായിട്ടുമാണ് കാണുന്നത്. ആൻഡ് ഹൗ ഷീ സീസ് ഹെർ സെൽഫ് ഇൻസൈഡ് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ സ്ട്രഗിൾ ഓഫ് ഐഡൻറ്റിറ്റി, സെൽഫ് വർത്ത്, ഡിഗ്നിറ്റി, റേസിസം, സെക്സിസം, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. റേസിസം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ആഫ്രിക്കൻ ആയതുകൊണ്ടും അവരുടെ കളറിനെ ബേസ് ചെയ്ത് അവർ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നു. സെക്സിസം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീ ആയതുകൊണ്ട് അവർ കുറേ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഡബിൾ ഓപ്പറേഷനാണ് ഈ ഒരു വർക്കിനകത്ത് സംസാരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് സൈമൺ ഡി ബെവേറിൻ്റെ കൺസെപ്റ്റുമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മായ ഏഞ്ചൽ പറയുന്നതെന്ന് വെച്ചാൽ സ്പീക്കർ എന്ന് പറയുന്നത് പോയത്തിനകത്ത സ്പീക്കർ എന്ന് പറയുന്നത് ഷീ ഈസ് ബിക്കമിങ് ഹെർ സെൽഫ് ത്രൂ പെയിൻ, റിഫ്ലക്ഷൻ ആൻഡ് റെസിസ്റ്റൻസ്. പെയിനിലൂടെയും റിഫ്ലക്ഷനിലൂടെയും റെസിസ്റ്റൻസിലൂടെയും ഡിറ്റർമിനേഷനിലൂടെയും ഈ ക്യാരക്ടർ നമ്മുടെ പോയത്തിനകത്തുള്ള സ്പീക്കർ സ്വയം എന്തായിക്കൊണ്ടിരിക്കുവാണ്? ഷീ ഈസ് ബിക്കമിങ്, അതായത് ട്രാൻസ്ഫോമിങ് ഹെർ സെൽഫ്, മാറ്റങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുവാണ്. സൊസൈറ്റി അവളെ പല രീതിയിലും ചവിട്ടി മെതിക്കുന്നുണ്ട്, റേസ് വഴി, ജെൻഡർ വഴി, ക്ലാസ് വഴി, അതായത് റിച്ച് ആൻഡ് പൂർ വഴി. പക്ഷേ അവൾ എന്ത് ചെയ്യാണ്? അതൊന്നും മൈൻഡ് ചെയ്യാതെ ലാഫ് ചെയ്ത് സർവൈവ് ചെയ്ത് അവളുടെ വോയിസ് റീക്ലെയിം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ലൈഫിൽ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സൈമൺ ബെവേറിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് നോട്ട് സംതിങ് വി ആർ ഗിവൺ, നമ്മൾ ബിൽഡ് ചെയ്യുന്ന കാര്യമാണ്, സ്ട്രഗിളിലൂടെ ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് ഐഡൻറ്റിറ്റി. അത് നമുക്ക് വേണ്ടി ആരും ബിൽഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന കാര്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഒരു വുമൺ എന്ന് പറയുന്നത് ഒരുപാട് സഫറിങ്സ് ഉണ്ട്, പക്ഷേ എന്നാലും അതിലൂടെ ഗ്രോ ചെയ്യുകയും സ്ട്രെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. വി ആർ ഓൾവേസ് ബിക്കമിങ് ഹൂ വി ആർ. നമുക്ക് ഒരുപാട് ലേബിൾസ് ഓരോ ആളുകൾ തരും. അഹങ്കാരിയാണെന്നും പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നും അനുസരണ ഇല്ലാത്തവളെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മളതെല്ലാം മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പീരിയൻസ്, സ്ട്രെങ്ത്, നമ്മുടെ ചോയ്സ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് ഇവർ പറയുന്നത്.